അതെ, നിങ്ങൾക്ക് സാലറി കിട്ടിയോ? ആ കിട്ടി. എന്തേ? ആ, എനിക്കൊരു 2000 രൂപ വേണമായിരുന്നു. 2000 രൂപയോ? എന്തിന്? എനിക്കൊന്ന് ബ്യൂട്ടി പാർലറിൽ പോണായിരുന്നു. ഫേഷ്യൽ ചെയ്യണം, പിന്നെ ഹെയർ ഒക്കെ ഒന്ന് കട്ട് ചെയ്യണം. ഇവിടെ ബാക്കിയുള്ളവര് വീടിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുമ്പോഴാണ് അവളുടെ ഒരു ഫേഷ്യല്. എന്റെ കയ്യില് പൈസയൊന്നുമില്ല. അത് കൊള്ളാം. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് മാസം മാസം പൈസ അയച്ചു കൊടുക്കുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഞാനൊരു 2000 രൂപ ചോദിച്ചപ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം അല്ലേ? വയ്യാത്ത എന്റെ അച്ഛനും അമ്മയ്ക്ക് ഞാനല്ലാതെ പിന്നെ വേറെ ആരുണ്ട്? പിന്നെ അവർക്കും ജീവിക്കണ്ടേ? നിനക്ക് പിന്നെ അവരെ കണ്ടുകൂടല്ലോ. അതുകൊണ്ടല്ലേ അവരെ ഞാൻ വാടക വീട്ടിലോട്ട് താമസം മാറ്റിയത്. നിനക്ക് മനസാക്ഷി ഇല്ലെങ്കിലേ എനിക്ക് മനസാക്ഷിയുണ്ട്. ഞാൻ അവരുടെ മകനാ. അതെന്റെ അച്ഛനും അമ്മയാ. ഞാൻ മാസം മാസം അയച്ചു കൊടുക്കും. നിങ്ങൾക്ക് മാത്രമല്ല അച്ഛനും അമ്മയൊക്കെ ഉള്ളത്, എനിക്കും ഉണ്ട്. പിന്നെ എനിക്ക് എന്തായാലും 2000 രൂപ കിട്ടിയേ പറ്റത്തുള്ളൂ. തൽക്കാലം തരാൻ പറ്റില്ല. എന്റെ കയ്യിൽ ഇല്ലാത്തോണ്ടാ. പിന്നെ തൽക്കാലം നിന്റെ വളയൊന്ന് ഈ മാസം ഒന്ന് റോൾ ചെയ്യാൻ തരേണ്ടി വരും. 2 മാസം കഴിഞ്ഞിട്ട് തിരിച്ചെടുത്ത് തരാം. ലാവണ്യയുടെ പ്രസവം ഇങ്ങ് അടുത്തു. എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് സഹായിക്കണ്ടേ? വളയോ? ഏത് വള? നിങ്ങളെ പെങ്ങളുടെ പ്രസവത്തിന് ഞാൻ എന്തിനാ എന്റെ വള തരുന്നത്? നിങ്ങൾ അതും പ്രതീക്ഷിച്ചിരിക്കേ വേണ്ട, ഞാൻ തരത്തില്ല. ദീ, നീ അങ്ങനെ പറയാതെ. ഒന്നുമല്ലേലും അവൾ എന്റെ സ്വന്തം പെങ്ങളല്ലേ. ഞാനല്ലേ ഈ അവസ്ഥയിൽ അവളെ സഹായിക്കേണ്ടത്. നിങ്ങൾ സഹായിച്ചോ, നിങ്ങളുടെ പെങ്ങളെ നിങ്ങൾ ആവശ്യത്തിലധികം സഹായിച്ചോ. പക്ഷെ എന്റെ വളയെ സ്വർണ്ണമൊന്നും ഞാൻ തരാൻ പോകുന്നില്ല. നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ സഹായിച്ചോ. പെങ്ങളെ സഹായിക്കാൻ വള തപ്പി നടക്കുന്നു.